ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ന്യൂ ഇയറും അതുപോലെ ക്രിസ്മസും ഒക്കെ അടുത്ത് വരെയല്ലേ. നമുക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് ഐറ്റം ഒന്ന് തയ്യാറാക്കിയാലോ? അപ്പോൾ ബീഫിന്റെ മീറ്റ് അല്ല, ലിവർ വെച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിഷ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ബീഫ് ലിവർ പെപ്പർ ഫ്രൈ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ? നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ലിവർ പെപ്പർ ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫിന്റെ ലിവർ ഞാനിവിടെ കട്ട് ചെയ്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചതച്ച് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ചൊരു വലിയ പീസ് തന്നെ എടുക്കാം. അതുപോലെ തന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ വെളുത്തുള്ളി തന്നെയാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ചതയ്ക്കണം. ഇതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു 6-7 ഇതിൽ കരിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ചതച്ച് നമുക്ക് ഈ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫിന്റെ ലിവറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ച് തന്നെ ചേർക്കണം കേട്ടോ. അപ്പം ഇത് ചതച്ചെടുക്കട്ടെ. നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബീഫിന്റെ എരിവ് വരുന്നത് എന്ന് പറയുന്നത് തന്നെ പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാല കൂടെ വേണം. ഗരം മസാല 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. അതിനുശേഷം വേണമെങ്കിൽ വെന്തതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട് കൊടുത്തിട്ടുള്ള പൊടികളും ഉപ്പും എല്ലാം ബീഫിൽ, അതായത് ബീഫിൻ്റെ ലിവറിലോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതായത് നമ്മുടെ ഈ ഒരു മീറ്റ് ബീഫിന്റെ ലിവർ പ്രോപ്പറായിട്ട് നല്ലതുപോലെ കുക്കായിട്ട് വരണം. അതിന് എത്ര വിസിൽ വേണോ അത്രയും നമുക്ക് കൊടുക്കാം. ഒരു 2-3 വിസിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കി വെന്തിട്ടുണ്ടോ നോക്കാം. അതിനുശേഷം വെന്തിട്ടില്ലെങ്കിൽ കൂടുതൽ വേവിച്ചെടുത്താൽ മതി. അപ്പൊ അത് ചെയ്തെടുക്കാം. ബീഫ് കുക്കായിട്ട്, അതായത് ബീഫിന്റെ ലിവർ കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഇനി കാച്ചിയെടുക്കാനായിട്ട്, അതായത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണം. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി തന്നെ ചേർക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് ചുമന്നുള്ളി അരിയാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പകുതി സവോള എടുക്കാം. അതായത് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച്. ഒരുപാടായിട്ട് കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല, കാരണം നമ്മൾ റോസ്റ്റ് അല്ല ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. ഞാനിവിടെ 4 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 4 എണ്ണം. ചെറുതാണെങ്കിൽ ഒരു 8-10 എണ്ണം ഒക്കെ എടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. അതൊന്ന് ചതച്ചിട്ട് എടുക്കാം. വെളുത്തുള്ളി ചതച്ചെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില വേണം. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക്, അതായത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കുരുമുളകും അതുപോലെ പെരിഞ്ചീരകവും ചതച്ചെടുക്കണം. ഞാനിവിടെ 2 സ്പൂൺ അളവിലെ പെരിഞ്ചീരകവും അതുപോലെ കുരുമുളക് മുഴുവൻ എടുത്ത് ചതച്ച് വെച്ചേക്കുന്നതാണ്. നല്ല തരിതരിപ്പായിട്ടാണ് ചതച്ച് വെച്ചേക്കുന്നത്. അതിവിടെ വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും നമ്മൾ നമ്മുടെ ലിവറിൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി അതിൽ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉള്ളിയും ഇതൊക്കെ വഴറ്റിയതിന് ശേഷം നല്ലതുപോലെ ബീഫിന്റെ ലിവർ ഉലർന്നു വരില്ലേ, ആ സമയത്ത് എരിവ് നോക്കിയതിന് ശേഷം മാത്രമാണ് എത്ര ക്വാണ്ടിറ്റി ഇടണം, എത്ര അളവ് ഇടണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ബീഫിന്റെ ലിവർ വെന്തോ നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ലിവർ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുത്തു. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി, വെളുത്തുള്ളി മൊരിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചുമന്നുള്ളി ഒന്ന് വഴന്ന് വരട്ടെ. ചുമന്നുള്ളി വഴന്നതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുമന്നുള്ളി വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പെപ്പർ ഫ്രൈ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ഒരു ലിവറിലേക്ക് എരിവ് വരുന്നത് കുരുമുളകിൻ്റെയാണ് കേട്ടോ. മുളക് നല്ലോണം മുരിഞ്ഞു. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ലിവർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ വരണ്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് വരണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ഒന്ന് നോക്കാം. ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് നോക്കിയതിന് ശേഷം കേട്ടോ ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഇതിലുള്ള ഗ്രേവിയൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ ഇതാ നല്ലതുപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കണ്ടേ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ നടുവിൽ നമ്മളൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം മതി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, പറ്റിച്ച് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന കുരുമുളകും അതുപോലെ പെരുംജീരകം ഉണ്ടല്ലോ, അത് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ, നിറച്ച അളവിൽ തന്നെ കണ്ടോ, ഒരു ചെറിയ ടീസ്പൂൺ നിറച്ച അളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ഇതിൽ കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ആ വെളിച്ചെണ്ണയിലൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ വരട്ടി നല്ല ഡ്രൈ ആക്കി എടുക്കാം. ആ പെരിഞ്ചീരകം കൂടെ ചേർക്കുമ്പോൾ അതിലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല മണോ. അപ്പം ഇനി ഇത് ചെറുതീയിൽ നല്ലതുപോലെ വരണ്ട് നല്ല ഫ്രൈ ആയിട്ട് വരണം. അതല്ലാതെ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പം നമുക്കതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ലിവർ പെപ്പർ ഫ്രൈ ആക്കിയത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ചട്ടിയിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ഡ്രൈ ആവും. അതുപോലെ നിങ്ങൾ നോൺ സ്റ്റിക്ക് അല്ല ഉപയോഗിക്കുന്നെങ്കിൽ നല്ലതുപോലെ അടി തട്ടി ഇളക്കാനായിട്ട് മറക്കരുത്. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ലിവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ തൂവാം. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് ലിവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.